വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അതിനുശേഷം ജീവിതത്തിന്റെ മെജോറിറ്റി കാലഘട്ടം ലോൺ അടയ്ക്കുന്നതിന് മാത്രമായി ജീവിതം മാറ്റിവെക്കുന്ന മലയാളികളുടെ എണ്ണം ദിവസം പ്രതി കൂടി കൂടി വരികയാണ്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നു? ഒരു ഹോം ലോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ടും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഹാർഡ് ഏൺ മണി ഫ്യൂച്ചറിൽ മുഴുവനായിട്ട് ബാങ്കിലോട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇനി പുതിയതായി ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഒരു ഹോം ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എൻറ്റയർ കാര്യങ്ങളാണ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിത ലക്ഷ്യങ്ങളിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ബട്ട് സാധാരണ മലയാളികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് പൈസ വന്നു തുടങ്ങി, ഓടിപ്പോയിട്ട് ഒരു ബാങ്കിനെ സമീപിക്കുന്നു, അതിനുശേഷം ലോൺ എടുക്കുന്നു, കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ എന്ത് ചെയ്യുന്നു, EMI അടച്ച് ഇപ്പോൾ ഒരു EMI 20,000 ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ 20,000 മാസം മാസം അടച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ പറഞ്ഞിട്ടായിരിക്കും 25 വർഷം അല്ലെങ്കിൽ 30 വർഷമാണ് കാലാവധി. അപ്പോൾ ചിലപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ റിട്ടയർമെന്റ് വരെ ഈ എമൗണ്ട് അടച്ച് പോവുക. ഇതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം, നിങ്ങൾ എടുക്കാൻ പോകുന്ന ലോൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനേക്കാൾ മുമ്പ് മേ ബി എടുത്തിട്ടുള്ള ഒരു കാർ ലോണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ അങ്ങനെയുള്ള ചെറിയ ലോൺസ് അല്ല, ലക്ഷക്കണക്കിന് എമൗണ്ട് ആണ് നമ്മൾ ലോണായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ബാങ്കിലോട്ട് ഒരു ലോണിന് വേണ്ടിയിട്ട് പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായിരിക്കും. നമ്പർ 1. നമ്പർ 2, നിങ്ങൾക്ക് മാക്സിമം കിട്ടേണ്ട ആ ലോൺ എമൗണ്ട് അവിടെ കിട്ടാനുള്ള സാധ്യതയും കുറഞ്ഞു വരും. അപ്പം എന്താണ് പറയുന്നത്, നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ ഓടിപ്പോയി ഒരു ലോണിന് അപേക്ഷിക്കരുത്. അതിനു മുമ്പ് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾ നല്ല സ്ട്രോങ് ആക്കണം. അതിനെയാണ് നമ്മൾ പറയാ സിബിൽ സ്കോർ നല്ല രീതിയിൽ ഉയർത്താൻ ശ്രമിക്കണം. അപ്പം എന്താണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്? വായ്പ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാനുള്ള റീപേയിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തിയുടെ സിബിൽ സ്കോറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിബിൽ സ്കോർ ഉയർത്താൻ സാധിക്കുക? നിങ്ങൾ ഇതുവരെയായിട്ട് വായ്പ ഒന്നും എടുത്തിട്ടില്ല ഒരു കാര്യത്തിനും എങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അപ്പോൾ കടം മേടിക്കാണ്ട് ഇത്ര നാൾ നിങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ബുദ്ധിമുട്ടാണ്. സിബിൽ സ്കോർ എന്ന് പറയുന്നത് 300 to 900 റേഞ്ചിൽ വരുന്ന ഒരു സ്കോറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ലോണൊന്നും എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സിബിൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ സിബിൽ സ്കോർ ഉയർത്താൻ സാധിക്കും? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളൊരു 20%, 30% ഒക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സ്പെൻഡ് ചെയ്യുക. ദെൻ ആ 30% കറക്റ്റായിട്ട് റീപേ ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് പതുക്കെ ഉയർന്നു വരുന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ബാങ്കിൽ പൈസ ഉണ്ട്, ഡെബിറ്റ് കാർഡാണ് എങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ അതിൽ. സോ ഫോർ എക്സാമ്പിൾ ഒരു 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 1,00,000 ആണെങ്കിൽ നിങ്ങൾ അതിലൊരു 30% മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം അത് കറക്റ്റായിട്ട് തന്നെ റീപേ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിബിൽ സ്കോർ വരും. അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഗൃഹോപകരണങ്ങളൊക്കെ അല്ലേ വായ്പയ്ക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും പലരും EMI വ്യവസ്ഥയിൽ. അതൊക്കെ കറക്റ്റ് ടൈമിന് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ സിബിൽ സ്കോർ വരും.
അപ്പം അങ്ങനെ ഷോർട്ട് ടൈം ലോണുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് റീപേ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് റീപേ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അവിടെ ഇമ്പ്രൂവ് ആവുന്നുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആയി ഒരു 750 എബോവ് 800 എബോവ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ ഗുണം എന്താ? എത്രയാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹോം ലോണിൻ്റെ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവിന് ഈ പറയുന്ന ലോൺ ലഭിക്കുന്നതാണ്. ചെറിയൊരു പെർസെൻറ്റേജ് കുറഞ്ഞാൽ പോലും നമുക്ക് ഉണ്ടാകുന്ന ഇഫക്റ്റ് ടോട്ടൽ ലോണിൽ വളരെ വലുതായിരിക്കും. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ എന്താണ് 8% എന്നുള്ളത് 7.75% ആയിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ് ലഭിക്കുകയാണെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് എമൗണ്ടിൻ്റെ ഡിഫറൻസ് ടോട്ടൽ ഇൻട്രസ്റ്റ് നിങ്ങൾ പേ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോണിന് അപേക്ഷിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നിങ്ങളുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ട് പോവാം, ഓടിപ്പോയിട്ട് ഈ പരിപാടി ചെയ്യാണ്ട്. ഓക്കെ. അതുപോലെ തന്നെ മാക്സിമം എമൗണ്ട് ഓഫ് ലോൺ നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ പേഴ്സണൽ ലോണോ അതുപോലെ തന്നെ കാർ ലോണോ ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്, നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഈ പേഴ്സണൽ ലോണൊക്കെ അടച്ച് വീട്ടിയതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന ഹോം ലോണിലോട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് മാക്സിമം എമൗണ്ട് ബാങ്കിൽ നിന്ന് കിട്ടാൻ. നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന പേഴ്സണൽ ലോണുകൾ അതുപോലെ തന്നെ കാർ ലോണൊക്കെ അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണിൻ്റെ എമൗണ്ടിൽ അവിടെ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ 2 കാര്യങ്ങൾ ബേസിക്കലി നിങ്ങളുടെ മനസ്സിൽ വേണം, എന്നിട്ട് മാത്രം ലോൺ അപ്ലൈ ചെയ്യാൻ പോകാം. ഓക്കെ. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടാണ്. 2 തരത്തിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് ഓഫർ ചെയ്യുന്നത് ഒരു ഹോം ലോണിന്. ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്പർ 1, നമ്പർ 2 ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ എന്താണ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എന്താണ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഹോം ലോൺ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെനഫിറ്റ്? ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് ഇപ്പോൾ എസ് ബി ഐ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇപ്പോൾ ഹോം ലോൺ കൊടുക്കുന്നത് ഇപ്പോൾ 7% ആണെന്ന് വയ്ക്കുക. ഈ 7% എസ് ബി ഐ ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എമൗണ്ട് കൊടുക്കുമ്പോൾ ആർ ബി ഐ ചാർജ് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെയാണ് പറയുക റിപ്പോ റേറ്റ്. എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എമൗണ്ട് കടം കൊടുക്കുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, റിപ്പോ റേറ്റ്. ആ റിപ്പോ റേറ്റിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ട് ബാങ്ക് നമുക്ക് നൽകുന്ന വായ്പകളുടെ റേറ്റിലും വ്യത്യാസം വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന റേറ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആർ ബി ഐ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഈ പറയുന്ന റിപ്പോ റേറ്റിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. അവിടെ കുറവാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ബാങ്ക് ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്കിപ്പോൾ 7% ഈ പറയുന്ന ഭവന വായ്പ നൽകുന്നത്. ദെൻ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോ റേറ്റ് കുറഞ്ഞു എന്നുള്ളത്. റിപ്പോ റേറ്റ് കുറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ബി ഐ ഈ പറയുന്ന ബാങ്കുകൾക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറവ് വരുത്തി 25 ബേസിസ് പോയിന്റ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹോം ലോൺ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കുറയും. ഇനി അത് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൂടും. ഇതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഹോം ലോൺ എടുത്താൽ ഉണ്ടാകുന്ന കാര്യം. ദെൻ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ പറയുന്ന ഫിക്സഡിനെ വെച്ചിട്ട് നോക്കുമ്പോൾ. ഇനി ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഹോം ലോൺ എടുത്തിട്ടുള്ളതെങ്കിലോ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിലാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ആ സെയിം റേറ്റ് ഇപ്പോൾ 8% ആ 8% തന്നെ 25 വർഷമോ 30 വർഷമോ നമ്മൾ അടച്ചു പോകേണ്ടതായിട്ട് വരും. ഇതാണ് ഫിക്സഡ് റേറ്റ്. ഈ പറയുന്ന മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ച് ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യില്ല.
അപ്പോൾ ഏതിലാണ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ നൽകിയിട്ടുള്ളത്? അപ്പം സാധാരണക്കാരായുള്ള ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അവരെന്ത് നൽകുന്നു അതിൽ ലോൺ എടുത്ത് ഇത് അടച്ചു പോകുന്ന ആൾക്കാരാണ്. ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ലോൺ എടുത്തുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഉപയോഗം അവിടെ ഉണ്ട്. കാരണം ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 25 വർഷത്തെ ഹോം ലോൺ 10 വർഷം കൊണ്ട് എങ്ങനെ അടച്ചു തീർക്കാം എന്നുള്ളത്. അവിടെ നമ്മൾ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വയ്ക്കുന്നത് എന്താ? പ്രീപേയ്മെൻ്റ് ആണ്. ഓരോ വർഷവും നമ്മുടെ കയ്യിൽ കൂടുതൽ എമൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ എമൗണ്ട് ലോണിലോട്ട് അടച്ച്, പ്രിൻസിപ്പളിലോട്ട് അടച്ച് നമ്മുടെ പെട്ടെന്ന് വീട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങൾ ലോൺ എടുത്താൽ മാത്രമേ നമുക്ക് പ്രീപേയ്മെൻറ്റിൽ പെനാൽറ്റി ഇല്ലാതെ പോസിബിൾ ആകുള്ളൂ. എന്താണ്? ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വായ്പ എടുത്തവർക്ക് മാത്രമേ പെനാൽറ്റി ഇല്ലാണ്ട് പ്രീപേയ്മെൻറ്റ് പോസിബിൾ ആവുള്ളൂ. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ പ്രീപേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ പെനാൽറ്റി വരും. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ തന്നെ ഹോം ലോണിന് അപ്ലൈ ചെയ്യാം. ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം ബാങ്കിലോട്ട്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ഹോം ലോണാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക? നമ്പർ 1, നമുക്കൊരു വീടും സ്ഥലവും രണ്ടും അടക്കം മേടിക്കാം. നമ്പർ 2, സ്ഥലം മേടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വീട് പണിയാം, അല്ലേ? അതിനെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ലോൺ എന്ന് പറയാം. അതിനെ ശരിക്കും പറഞ്ഞാൽ ഹോം ലോൺ എന്നല്ല പറയാം. അവിടെ നമ്മളൊരു സ്ഥലം മേടിക്കുന്നു, എന്നിട്ട് വീട് അവിടെ പണിയാണ് ചെയ്യുക. ഒരു ഫ്ലാറ്റ് മേടിക്കുക മൂന്നാമതായിട്ട് മറ്റൊരു ഓപ്ഷനാണ്. ദെൻ ഓൾറെഡി ഉള്ള വീടിനെ എന്താണ്, ഇപ്പോൾ ഒറ്റ നിലയാണ്, അതിന് രണ്ടാമത്തെ ഒരു നിലയും കൂടിയും പണിയാൻ വേണ്ടിയിട്ട് ഹോം ലോൺ എടുക്കാം. ഇനി മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഹോം ലോൺ എടുക്കാം. ഇങ്ങനെ പലതരത്തിലെ ഹോം ലോൺ ബാങ്കുകൾ നൽകുന്നുണ്ട്. ഇതിലാകെ കൂടി ഒരു വ്യത്യാസം കൺസ്ട്രക്ഷൻ ലോണിന്റെ കേസിൽ മാത്രമാണ്. സ്ഥലം മേടിക്കുന്നു, ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട് പണിയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ബാങ്ക് പൈസ നൽകുകയുള്ളൂ. വീടും സ്ഥലവും കൂടി മേടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര ലക്ഷം വരെ ലോൺ എമൗണ്ട് എനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്? നിങ്ങളുടെ മാക്സിമം എമൗണ്ട് ഓഫ് ലോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക. നമ്പർ 1, ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, സെൽഫ് എംപ്ലോയിഡ് ഉണ്ടായിരിക്കും, അല്ല ബിസിനസ്സുകാർ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ സാലറി എങ്കിൽ അതിൻ്റെ 60 ടൈംസ് ആണ്, ഇൻറ്റു 60 ടൈംസ് ആണ് ബാങ്ക് സാധാരണ ഓഫർ ചെയ്യാറ്. ഇപ്പോൾ 50,000 രൂപയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ 50,000 ഇൻറ്റു 60, 30 ലക്ഷം വരെ നിങ്ങൾക്ക് എമൗണ്ട് മാക്സിമം കിട്ടാനുള്ള അവിടെ സാധ്യതയുണ്ട്. എന്നാലും അതിൻ്റെ ഒരു റഫ് കാൽക്കുലേഷൻ, ഏകദേശം എങ്ങനെയാണ് ബാങ്ക് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഫോർ എക്സാമ്പിൾ ഒരു വർഷം 10 ലക്ഷം രൂപയാണ് വരുമാനമുള്ളത് എന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് വരുമാനമുണ്ടെന്ന് വിചാരിക്കും, ഒരു വർഷം കേട്ടോ. സോ ഒരു വർഷം 10 ലക്ഷം വരുമാനം ഉണ്ടാകും. ബട്ട് ഒരു സാലറീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, സോ ആ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് വരുമോ? ഇല്ല. അവിടെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ ഇവർക്ക് പല പിടുത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? PF പിടുത്തുണ്ടാവും, LIC, അല്ലേ? അത് മാത്രമല്ല നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല EMIs ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കുള്ള ഈ പിടുത്തങ്ങളും EMIയും ഇതൊക്കെ കുറച്ചതിന് ശേഷമാണ്, കുറയ്ക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ അതിലിപ്പോൾ ഒരു വർഷം നിങ്ങൾ അടയ്ക്കുന്ന EMI എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ PF കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ ഫോർ എക്സാമ്പിൾ ഒരു 2 ലക്ഷം രൂപയാണെന്ന് വയ്ക്കുക. അപ്പോൾ 10 ലക്ഷത്തിൽ 2 ലക്ഷം പോയാൽ ബാലൻസ് എത്രയുണ്ട്? 8 ലക്ഷം രൂപയുണ്ട്. സോ ഈ 8 ലക്ഷം രൂപ അതിൽ ഇനി നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിത ചെലവിന് നമുക്ക് എമൗണ്ട് മാറ്റി വയ്ക്കണം, അല്ലേ? ബാങ്ക് അപ്പം നെക്സ്റ്റ് നോക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഗ്രോസ് സാലറി, നിങ്ങളുടെ 10 ലക്ഷമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു 40% നിങ്ങൾക്ക് ജീവിത ചെലവിന് മാറ്റി വയ്ക്കാൻ സാധിക്കണം.
അപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു 40% എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം ജീവിത ചെലവിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കണം. അപ്പോൾ 8 ലക്ഷത്തിൽ നിന്ന് നെക്സ്റ്റ് നമുക്ക് 4 ലക്ഷം കുറയ്ക്കണം. സോ ബാലൻസ് എത്രയാവുന്നേ? 4 ലക്ഷം. സോ ഈ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 12 ഒരു വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 33,333 രൂപ വരും. 33,000 നമുക്ക് റൗണ്ട് ചെയ്തിട്ട് പറയാം. സോ ഈ 33,000 റുപ്പീസാണ് നമുക്ക് ഒരു മാസം EMIയിലോട്ട് മാറ്റിവെക്കാൻ സാധിക്കുന്നത്. എങ്കിൽ നമുക്ക് ലോൺ എമൗണ്ട് മാക്സിമം എത്ര കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം? അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇപ്പോൾ ബാലൻസ് ലഭിക്കുന്ന 4 ലക്ഷം ഡിവൈഡഡ് ബൈ 12 ചെയ്തപ്പോൾ 33,333 ഞാൻ പറഞ്ഞു. ഇനി ബാങ്ക് നമുക്ക് ഓഫർ ചെയ്യുന്ന ലോൺ എമൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1 ലക്ഷത്തും എടുക്കാം. 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ എടുക്കുന്ന ലോണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% വിചാരിക്കുക. സോ 1 ലക്ഷത്തിന് 30 വർഷത്തേക്കുള്ള EMI എന്ന് പറയുന്നത് 768 രൂപയായിരിക്കും. 1 ലക്ഷത്തുമേ 8% 30 വർഷത്തേക്കാണെങ്കിൽ 768 രൂപയാണ് ഏകദേശം വരാം. അപ്പോൾ നമുക്കിവിടെ 33,333 രൂപ ആണ് EMI ആയിട്ട് മാസം അടയ്ക്കാൻ സാധിക്കുക. സോ ആ 33,333 ഡിവൈഡഡ് ബൈ 768 നോക്കുകയാണെങ്കിൽ ഏകദേശം 43 ലക്ഷം എമൗണ്ട് നമുക്ക് മാക്സിമം ലോൺ കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു റഫ് കാൽക്കുലേഷനാണ് പറഞ്ഞത്. ഒരു 10 ലക്ഷം രൂപ ഒരു വർഷത്തിൽ ഇൻകം ഉള്ള വ്യക്തിക്ക് ഒരു 43 ലക്ഷം ഏകദേശം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് അവൻ ഓൾറെഡി ഇപ്പോൾ വേറെ ലോണുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. പിടുത്തൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത്രത്തോളം കുറവ് എമൗണ്ടേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി കുറേ ലോണുകളിലൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ ഹോം ലോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് അതൊക്കെ വീട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ലോൺ ബാങ്കിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് മാത്രമല്ല നോക്കുക, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കും, നിങ്ങളുടെ റീപേയ്മെൻറ്റ് പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഇതിൻ്റെയൊക്കെ ബേസിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഹോം ലോൺ എത്ര എമൗണ്ട് മുതൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ സാധാരണ ബാങ്കുകൾ 8 ലക്ഷം മുതൽ 100 കോടി രൂപ വരെയാണ് ഹോം ലോൺ ആയിട്ട് ഓഫർ ചെയ്യാറ്. ദെൻ മിനിമം നമ്പർ ഓഫ് ഇയേഴ്സ് 5ഉം മാക്സിമം ഒരു 30 വർഷം വരെയാണ് ബാങ്കുകൾ ഇതിൻ്റെ ഒരു ടെന്യൂർ ആയിട്ട് ഓഫർ ചെയ്യുന്നത്. ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് വിഷമം വരുന്നൊരു കാര്യമാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. നമ്മൾ ഹോം ലോണിൻ്റെ EMI അടയ്ക്കുമ്പോൾ പല ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാറില്ല. എല്ലാവരും അടച്ചടച്ച് പോകുന്നു. എങ്ങനെ ഹോം ലോണൊക്കെ അടഞ്ഞു പോകുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാസം അത് അടഞ്ഞ് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ അറിയണ്ടേ. നിങ്ങൾ മാസം അടയ്ക്കുന്ന EMI 10,000 രൂപ നിങ്ങൾ EMI ആയിട്ട് ഹോം ലോണിലോട്ട് ബാങ്കിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 85% പോകുന്നത് പലിശ ഇനത്തിലാണ്, ഇൻട്രസ്റ്റിലോട്ടാണ്. 15% മാത്രമേ മുതലിലോട്ട് പ്രിൻസിപ്പിളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ EMI ആയിട്ട് നിങ്ങൾ എത്രയാണോ എമൗണ്ട് അടയ്ക്കുന്നതെങ്കിൽ മെജോറിറ്റി അതിൻ്റെ ഏകദേശം കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു 85% പലിശ ഇനത്തിലോട്ടാണ് പോകുക, 15% മാത്രമാണ് പ്രിൻസിപ്പിളിലോട്ട് പോകുക. പിന്നെ അതിലൊരു മാറ്റം വരുന്നത് വർഷങ്ങളൊക്കെ കഴിയണം. ഇപ്പോൾ ഒരു 25 വർഷത്തിൻ്റെ ഹോം ലോൺ ആണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 18 വർഷമൊക്കെ കഴിയുമ്പോഴാണ് മുതലിലോട്ട് കൂടുതലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിലോട്ട് കുറവ് എന്ന് പറയുന്നൊരു ഇതിലോട്ട് പോകുക. അതുകൊണ്ടാണ് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ളൊരു വീഡിയോയിൽ പ്രീപേയ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. നിങ്ങൾ നിർബന്ധമായും കിട്ടുന്ന പൈസ കൂടുതൽ അടച്ച് ഹോം ലോൺ വേഗം ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന മെജോറിറ്റി എമൗണ്ട് EMIയിൽ പോകുന്നത് എങ്ങോട്ടാണ്? 85% വരെ പോകുന്നത് ഇൻട്രസ്റ്റിലോട്ടാണ്. നിങ്ങൾ എത്ര അടച്ചാലും ആദ്യത്തെ 10 വർഷമാണെങ്കിലും 15 വർഷമാണെങ്കിലും അടയ്ക്കുന്നത് മൊത്തം പലിശയിലേക്കായിരിക്കും പോവുക. വളരെ കുറച്ച് മാത്രമായിരിക്കും മുതലിലോട്ട് പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ലോണിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര % വരെ നമുക്ക് ബാങ്കിൽ നിന്ന് മാക്സിമം ലോൺ ലഭിക്കും, എത്ര ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഒരു റൂളാണ്. ബട്ട് വ്യക്തികൾ അനുസരിച്ചിട്ട്, ബാങ്കുകൾ അനുസരിച്ചിട്ട് ഇതിൽ കാര്യങ്ങളിൽ വ്യത്യാസം വരും. ഓക്കെ, സോ നിങ്ങൾ അറിയണം, ഒരു 30 ലക്ഷം വരെ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ 10% ഡൗൺ പേയ്മെൻറ്റ് മാത്രം പേ ചെയ്ത് 90% ലോൺ അവിടെ ബാങ്കുകൾ 90, ഇത് അപ് ടു 90% ആണ് കേട്ടോ, അപ് ടു. അപ്പോൾ അതാ പറഞ്ഞ വ്യക്തികളനുസരിച്ച് അവിടെ വ്യത്യാസം സംഭവിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ സൂപ്പറാണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൂപ്പറാണ് എങ്കിൽ അവിടെ നമുക്ക് 30 ലക്ഷം വരെ മാത്രമാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 10% ഡൗൺ പേയ്മെൻറ്റും 90% ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി 30 ലക്ഷത്തിനും 75 ലക്ഷത്തിനും ഇടയിലാണ് നമ്മുടെ ഹോം ലോൺ എങ്കിൽ 20% ഡൗൺ പേയ്മെൻറ്റും 80% വരെ നമുക്ക് അപ് ടു 80% വരെ നമുക്ക് ഹോം ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ് ടു 75 ലാക്സ് വരെ, 30നും 75നും ഇടയിലാണ് ഹോം ലോൺ എങ്കിൽ. മെജോറിറ്റി ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും വരാം. ഇനി 75 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ഹോം ലോൺ എങ്കിൽ 25% ഡൗൺ പേയ്മെൻറ്റും ബാക്കി 75% മാക്സിമം ഹോം ലോൺ നിങ്ങൾക്ക് ലഭിക്കുക. ഇത് ഞാൻ വീണ്ടും പറയുന്നു, അപ് ടു ആണ്. ഇപ്പോൾ എല്ലാവരും എന്താണ്, എനിക്ക് 30 ലക്ഷം മതി, 10% ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് കിട്ടുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് റൂള്. ബട്ട് നിങ്ങളുടെ പെർഫോമൻസ്, നേരത്തെ പറഞ്ഞ സിബിൽ സ്കോർ, ഹിസ്റ്ററി, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഇതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾ ലോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഓൾറെഡി സെറ്റ് ആവണം, എന്നിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുക. ഇനി ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോം ലോൺ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇത്ര ലക്ഷം എമൗണ്ട് ഒക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് പറയും ഹോം ലോൺ ഇൻഷുറൻസ് ചേരാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഹോം ലോൺ ഇൻഷുറൻസ്? അതിൻ്റെ ആവശ്യം ഉണ്ടോ? അപ്പോൾ ഹോം ലോൺ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ലോൺ എടുത്തതിന് ശേഷം ഈ എടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ല മരണപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് അടയ്ക്കാൻ അവരുടെ ഫാമിലിക്ക് പ്രശ്നം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ലേ? അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോം ലോൺ ഇൻഷുറൻസ്. അത് കമ്പാരിറ്റീവ്ലി കുറച്ച് എമൗണ്ടാണ് അവിടെ വരാറ്. അപ്പോൾ അങ്ങനെ ഹോം ലോൺ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ സാധിക്കും. ബാങ്കിനും അവിടെ ബെനഫിറ്റാണ്, വ്യക്തിക്കും ബെനഫിറ്റാണ് എന്നുള്ളതാണ്. ബട്ട് ഇത് വേണോ എന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത്, ഈ ഹോം ലോൺ ഇൻഷുറൻസിന് പകരം അത് നിങ്ങൾ അപ് ടു യു കേട്ടോ, വേണമെങ്കിൽ മതി, ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതൊക്കെ അവിടെ കവറായി പോകുന്നുള്ള എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ ഈ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവിടെ ചോദിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഹോം ലോൺ ഇൻഷുറൻസിന് പകരം നല്ലൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ മതി. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് അന്വേഷിച്ച് ചെയ്താൽ മതി. ബാങ്ക് പറയും വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ലൈഫ് ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതൊക്കെ അവിടെ കവർ ചെയ്യും. ഹോം ലോൺ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഹോം ലോണിൻ്റെ കാര്യം മാത്രമായിരിക്കും. നേരെ മറിച്ച് ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കുറച്ചുകൂടി നല്ലൊരു എമൗണ്ട് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ഒരു ഹോം ലോൺ എടുക്കുമ്പോൾ അത് ഒരു നല്ല തീരുമാനമെടുക്കുക. നിർബന്ധമായും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഹോം ലോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് എടുത്തിരിക്കണം. ഒന്നുകിൽ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹോം ലോൺ ഇൻഷുറൻസ്. അതർവൈസ് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഹോം ലോൺ എടുക്കുന്നതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹോം ലോൺ വേണമെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ഒരു ബാങ്കിനെ സമീപിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബാങ്കുകളുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് ബാങ്കുകൾ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ SBI ആവട്ടെ, നല്ല ബാങ്കുകൾ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ടുള്ള ബാങ്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കുറവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്ക് ഏതാണെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം. ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം KYC ചെക്ക് ചെയ്യലാണ്. നമ്മുടെ ആധാർ കാർഡ് കൊടുക്കണം, അല്ലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്ന KYCക്ക് വേണ്ടിയിട്ട് അവരാവശ്യപ്പെടുന്ന റെക്കോർഡ്സ് എങ്കിൽ പാൻ കാർഡ് കൊടുക്കണം, അല്ലെ ഇതൊക്കെ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ ചെക്ക് ചെയ്യും. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമ്മളവിടെ പറയണം, നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കൺസ്ട്രക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, വീട് മേടിച്ച് കൺസ്ട്രക്ഷൻ ആണോ, വീടടക്കമാണോ, ഫ്ലാറ്റ് ആണോ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യണം ആപ്ലിക്കേഷൻ്റെ കൂടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങളൊരു സാലറീഡ് ആണെങ്കിൽ സാലറി സ്ലിപ്പിൻ്റെ ബേസിലായിരിക്കും അവർ ഒരു തീരുമാനമെടുക്കുക എത്ര എമൗണ്ട് ലോൺ കൊടുക്കണം എന്നുള്ളത്.
ഓക്കെ, അതല്ല നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ IT റിട്ടേൺ സാധാരണ ബാങ്കുകൾ മിനിമം 2 വർഷത്തെ റിട്ടേൺ ആണ് അവിടെ ചോദിക്കാറ്. സോ അതാണ് എനിക്ക് നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. IT റിട്ടേൺ ടാക്സ് അടയ്ക്കണമെന്നുള്ളത് നിർബന്ധമില്ല. സ്ലാബിൽ ഇപ്പോൾ പുതിയ തീരുമാനപ്രകാരം 12 ലക്ഷം വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അത്ര എമൗണ്ടിനേക്കാൾ കുറവാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് കാശൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ഹോം ലോണൊക്കെ എടുക്കുന്ന സമയത്താണ് ഈ IT റിട്ടേണിൻ്റെ ആവശ്യം വരാം. ഒരു 2 വർഷത്തെ മിനിമം, ചിലർ 3 വർഷത്തെ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ 2-3 വർഷത്തെ റിട്ടേൺ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഹോം ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ IT റിട്ടേൺ ചോദിക്കും. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സാലറി സ്ലിപ്പ്. ഓക്കെ, ഇതിൻ്റെ ബേസിലാണ് അവർ നമ്മുടെ ഹോം ലോൺ എത്ര ഇവർക്ക് സാങ്ഷൻ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. അതിനുശേഷം ബാങ്ക് ഇതൊരു ക്രെഡിറ്റ് ടീമിന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. സോ ആ ക്രെഡിറ്റ് ടീം നമ്മുടെ പാൻ കാർഡിൻ്റെ ബേസിൽ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, ഞാൻ നേരത്തെ പറഞ്ഞു സിബിൽ സ്കോർ നോക്കും അല്ലെ, നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ്, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി പ്രോപ്പറായിട്ടുണ്ടോ, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. ഇതാണ് നെക്സ്റ്റ് അവർ ചെയ്യുക. പിന്നെ നമ്മൾ ഏത് സ്ഥലത്താണ് ഈ വീട് മേടിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ആധാരം, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ, ഡോക്യുമെൻറ്റ്സ്, വസ്തുവിനെ റിലേറ്റ് ചെയ്തുള്ളത്, ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വക്കീലിനെയോ ബാങ്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പാനലുണ്ട് ഇൻവെസ്റ്റിഗേഷൻ, ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ടീമിനെ വിടും. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വസ്തുവിനെ റിലേറ്റ് ചെയ്തിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ, വഴിയുള്ള സ്ഥലമാണോ, വാല്യൂ ഉണ്ടോ, വല്ല പ്രശ്നബാധിത ഏരിയ ആണോ, അങ്ങനെ എൻറ്റയർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. അതുപോലെ തന്നെ ഒരു വക്കീലിനും ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വക്കീൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത്ര ലക്ഷം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഒക്കെ വെക്കും. അപ്പോൾ ഒരു അപ്രൂവ്ഡ് എഞ്ചിനീയർ നൽകിയിട്ടുള്ള ഒരു പ്ലാൻമ മാത്രമേ നമുക്കൊക്കെ ലഭിക്കുള്ളൂ ഈ എമൗണ്ട്. ഈ ബാങ്കിലിരിക്കുന്ന ആൾക്കാർ കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ ആയിരിക്കും നെക്സ്റ്റ് നടക്കുക. എന്തൊക്കെയാണ്, നമ്മുടെ KYC നോക്കും, ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കും, ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വസ്തുവിനെ റിലേറ്റ് ചെയ്തുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഒരു വക്കീലായിരിക്കും അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. ഇതിനുള്ള ചാർജൊക്കെ നമ്മൾ അപ്ഫ്രണ്ടായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. വക്കീലിന് കൊടുക്കേണ്ടതും ഇതിനുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ അപ്ഫ്രണ്ടായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ ബാങ്ക് നമുക്ക് സാങ്ഷൻ ലെറ്റർ നൽകും. ആ സാങ്ഷൻ ലെറ്റർ നൽകിയതിന് ശേഷം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. വിത്തിൻ 7 to 10 ഡേയ്സിനുള്ളിൽ നമുക്ക്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ലോൺ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓരോ സ്റ്റെപ്പായിട്ടേ നമുക്ക് പൈസ ലഭിക്കുള്ളൂ. അതല്ല നമ്മൾ മൊത്തമായിട്ടൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിലോട്ടായിരിക്കും ഈ എമൗണ്ട് ബാങ്ക് ഡിസ്ബേഴ്സ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂഷ്വൽ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇത്രത്തോളം സ്റ്റെപ്പിലൂടെ അവിടെ കാര്യങ്ങൾ കടന്നു പോകണം എന്നുള്ളതാണ്. അത്യാവശ്യം ടൈം എടുക്കും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് അറിയേണ്ട ഒരു കാര്യം, പലരും ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ബാങ്കിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കുറച്ച് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവിന് വേറെ ബാങ്കുകൾ ലോൺ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയിലോട്ട് പോകാൻ സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള ലോൺ HDFC എന്നാണ് നിൽക്കുക, അവർ നൽകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ 8.5%. അപ്പുറത്ത് നമുക്ക് SBIയിൽ നിന്ന് 7.5% തരാമെന്ന് SBIയുടെ ടീമോട് വന്നിട്ട് സംസാരിച്ചു നിൽക്കുക. സോ നമുക്ക് അവിടെ ബാലൻസ് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്ത് ഈ സെയിം എമൗണ്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എവിടേക്ക് അടയ്ക്കാൻ പറ്റും, SBIയിലേക്ക് അടയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്രത്തോളം ബെനഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങളിപ്പോൾ അടയ്ക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്രയാണ് എമൗണ്ട് അടയ്ക്കുന്നത് EMI. അപ്പുറത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചും കൂടിയും കുറവിന് വേറെ ബാങ്കുകൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓൺലൈനിലൂടെ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ബാങ്കിനെ സമീപിക്കാം. ഇപ്പോൾ റിപ്പോ റേറ്റിൽ കുറവ് വന്നു, എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് എനിക്ക് തരുമോ? ഓക്കെ, തരുന്നില്ല എങ്കിൽ അപ്പുറത്ത് വേറെ ആൾക്കാർ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷനിലോട്ട് പോകാം.
ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിരിക്കും. എഫേർട്ട് എടുത്ത് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് എമൗണ്ടിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ ടോട്ടൽ അടയ്ക്കുന്ന എമൗണ്ടിൽ വരാം. ഓക്കെ, ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ അറിയേണ്ടത്. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, പലരും ചോദിക്കുന്നതാണ്, എമൗണ്ട് ഓഫ് ലോൺ 40 ലക്ഷം എടുത്തു, അതിനുശേഷം കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൈസ ഒക്കെ തീർന്നു, ഇനി പാല് കാച്ചണമെങ്കിൽ പുതിയൊരു ലോൺ എടുക്കണം, നടക്കോ? സാധ്യതയുണ്ടോ? സോ ഇഫ് യു ആർ എലിജിബിൾ, ടോപ്പ് അപ്പ് ലോണുകൾ ബാങ്ക് കൊടുക്കാറുണ്ട് ഓൾറെഡി ഉള്ള ഇതിൻ്റെ ബേസിൽ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട് കേട്ടോ, ടോപ്പ് അപ്പ് ലോൺ. അത് ബാങ്ക് നിങ്ങളുടെ പെർഫോമൻസ്, സിബിൽ സ്കോർ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ബേസിലാണ് ബാങ്ക് പലപ്പോഴും ടോപ്പ് അപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. പലരും ലോൺ എടുത്ത് വീട് പണിത് ഒക്കെ കാര്യങ്ങൾ ചെയ്ത് അവസാനം കുറച്ചും കൂടിയും കാര്യങ്ങൾക്ക് പൈസ തികയാത്തൊരവസ്ഥയുണ്ട്, അതും ബാങ്ക് നൽകും. അതിനാണ് പറയാം ടോപ്പ് അപ്പ് എന്ന്. ഇനി ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് പറയാനുള്ളത് ടാക്സ് ബെനഫിറ്റ് ആണ്. അതിപ്പോൾ പുതിയ നമ്മുടെ ബഡ്ജറ്റ് വന്നപ്പോൾ 12 ലക്ഷം വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആദ്യത്തെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടുമേ 1.5 ലക്ഷം രൂപയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റിൽ 2 ലക്ഷം രൂപയും നമുക്ക് ടാക്സ് ബെനഫിറ്റ് ഉണ്ട്. ഓൾഡ് റെജീമാണ് ഫോളോ ചെയ്യണമെങ്കിൽ ടാക്സ് ബെനഫിറ്റ് ഡിഡക്ഷൻ അവിടെ ഉണ്ട്. ന്യൂ റെജീമാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. ബട്ട് അവിടെ നമുക്ക് 12 ലക്ഷം വരെ ടാക്സ് അടയ്ക്കണ്ട. അപ്പം നിങ്ങൾ ഏതാണ് ഫോളോ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇതിലാണ് ബെനഫിറ്റ് ഉള്ളതെങ്കിൽ, ഓൾഡ് ടാക്സ് റെജീമാണോ ന്യൂ ടാക്സ് റെജീമാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് ബെനഫിറ്റും അവിടെ ലഭിക്കും. ഓൾഡിലാണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ന്യൂ ടാക്സ് റെജീം എടുക്കുന്നവർക്കാണെങ്കിൽ പിന്നെ ഈ ഡിഡക്ഷൻസിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. സോ ഇതൊക്കെയാണ് ഹോം ലോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു വ്യക്തി അറിയേണ്ടത്. അത് മാത്രമല്ല, ഓൾറെഡി നിങ്ങളൊരു ഹോം ലോൺ എടുത്ത് അടച്ച് കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് സേവ് ചെയ്യാനുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ ഭാഗത്തുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നു മജോറിറ്റി കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.